സ്റ്റുവർട്ട് ലിറ്റിൽ. അധ്യായം 2. പായവഞ്ചികളുടെ ഓട്ടം. ഒരു ശനിയാഴ്ച രാവിലെ സ്റ്റുവർട്ട് സെൻട്രൽ പാർക്കിലെ വലിയ കുളത്തിൽ പായവഞ്ചികളുടെ ഓട്ടം കാണാൻ പോയി. ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് നീങ്ങുന്ന പായവഞ്ചികൾ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അത് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ സാധാരണ വഞ്ചികളും കെച്ചുകളും യാച്ചുകളും കപ്പലുകളും കട്ടമരങ്ങളും എന്നിങ്ങനെ പലതരം വഞ്ചികളുണ്ടായിരുന്നു. അവയെല്ലാം യഥാർത്ഥ വഞ്ചികളായിരുന്നെങ്കിലും വളരെ ചെറുതായിരുന്നു. ആളുകൾ അവയെ കുളത്തിലിറക്കി ഓട്ടത്തിനായി തയ്യാറാക്കി. ഓരോ വഞ്ചിക്കും ഒരു ഉടമയുണ്ടായിരുന്നു. അവരൊക്കെ കുട്ടികളായിരുന്നു. തങ്ങളുടെ ചെറിയ വഞ്ചികൾ വെള്ളത്തിൽ ഒഴുകി നീങ്ങുന്നത് കാണാൻ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അതിലൊരു വഞ്ചി സ്റ്റുവർട്ടിന് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. അതിനൊരു ചുവന്ന ഹല്ലും ഒരു മിന്നുന്ന വെളുത്ത ക്യാബിനും മനോഹരമായ മരത്തകിടിലുണ്ടാക്കിയ പായകളും ഉണ്ടായിരുന്നു. അതിന്റെ പേര് വെസ്റ്റേൺ സ്റ്റാർ എന്നായിരുന്നു. അത് അതിശയകരമായ ഒരു വഞ്ചിയാണല്ലോ, സ്റ്റുവർട്ട് അത്ഭുതത്തോടെ പറഞ്ഞു. അതെ, അതൊരു മികച്ച വഞ്ചിയാണ്, അവിടെ നിന്നൊരു മനുഷ്യൻ പറഞ്ഞു. അതാണ് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള വഞ്ചി. സ്റ്റുവർട്ട് അത്ഭുതത്തോടെ നോക്കി. ആ മനുഷ്യൻ വഞ്ചിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അയാൾ തടിച്ച് ഒരു നീല ടീഷർട്ടും വെള്ള പാൻസും ധരിച്ചിരുന്നു. നിങ്ങളാണോ ഇതിന്റെ ക്യാപ്റ്റൻ? സ്റ്റുവർട്ട് ചോദിച്ചു. അതെ, ഞാനാണ് ക്യാപ്റ്റൻ, ആ മനുഷ്യൻ പറഞ്ഞു. എന്താ, നിനക്കിതിൽ ഒരു ജോലി വേണോ? വേണം, സത്യത്തിൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്, സ്റ്റുവർട്ട് മറുപടി പറഞ്ഞു. ശരി, ഞാൻ അല്പം ജോലി തിരക്കിലാണ്. എന്തായാലും ഞാൻ നിന്നെ എന്റെ ജോലിക്കാരനായി നിയമിച്ചിരിക്കുന്നു, ക്യാപ്റ്റൻ പറഞ്ഞു. എനിക്കൊരു ജോലിക്കാരൻ വേണമായിരുന്നു. നീ തീരെ ചെറുതായതുകൊണ്ട് നിനക്ക് വഞ്ചിയിൽ കയറാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് കുറഞ്ഞ ഭാരം മാത്രമേ താങ്ങേണ്ടി വരൂ. നന്ദി സാർ, സ്റ്റുവർട്ട് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. അങ്ങനെ സ്റ്റുവർട്ട് ബോർഡിൽ കയറി ക്യാപ്റ്റൻ ഒരു ചരട് വലിച്ചു. വഞ്ചി വേഗത്തിൽ ഓട്ടത്തിലേക്ക് പോയി. കാറ്റ് പായകളെ നിറച്ചു. വെസ്റ്റേൺ സ്റ്റാർ കുളത്തിന്റെ അരികിൽ നിന്ന് വളരെ വേഗതയിൽ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. മറ്റു വഞ്ചികളും അവയെ പിന്തുടർന്നു ഓട്ടം ആരംഭിച്ചു. അതൊരു കുട്ടിയുടെ കളിയായിരുന്നില്ല, കാരണം അതിന്റെ ക്യാപ്റ്റൻ മിസ്റ്റർ റബല്ലോ ആയിരുന്നു. അദ്ദേഹം വളരെ ഗൗരവമുള്ള ആളായിരുന്നതുകൊണ്ട് ആഴ്ചയിലെ ഓരോ ദിവസവും തന്റെ വഞ്ചിയിൽ ധാരാളം സമയം ചെലവഴിച്ചിരുന്നു. കൂടാതെ അദ്ദേഹം ആ വെസ്റ്റേൺ സ്റ്റാർ ഉണ്ടാക്കിയത് തന്റെ സ്വന്തം കൈകൾ കൊണ്ടായിരുന്നു. തുടക്കത്തിൽ വെസ്റ്റേൺ സ്റ്റാർ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നു. എല്ലാവരും അതിനെ ഒരു ചാമ്പ്യനെ പോലെ അഭിനന്ദിച്ചു. അത് മറ്റെല്ലാ വഞ്ചികളെക്കാളും മുന്നിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് കാറ്റ് ദിശ മാറുകയും അത് ഒരു കൂറ്റൻ തരംഗം പോലെ വഞ്ചിയിലേക്ക് ഇടിക്കുകയും ചെയ്തു. അതിന്റെ ആഘാതത്തിൽ സ്റ്റുവർട്ട് വെള്ളത്തിൽ വീഴാൻ പോയി. പക്ഷെ അവൻ വേഗത്തിൽ പായയിൽ മുറുകെ പിടിച്ചു. സൂക്ഷിക്കൂ ജോലിക്കാരാ, ക്യാപ്റ്റൻ അലറി. നിങ്ങൾ വെള്ളത്തിൽ വീഴരുത്. സ്റ്റുവർട്ട് വഞ്ചിയിൽ നിന്ന് തെന്നിമാറാതെ ശ്രദ്ധിച്ചു. അവൻ പായകളിൽ നിന്ന് വെള്ളം തുടച്ചു നീക്കി. വഞ്ചി വീണ്ടും വേഗത്തിലാകാൻ തുടങ്ങി. ഓട്ടം വളരെ ആവേശകരമായിരുന്നു. ഓരോ വഞ്ചിയും വിജയത്തിനായി പോരാടി. അവസാനം വെസ്റ്റേൺ സ്റ്റാർ ഒരു ചെറിയ മാർജിനിൽ മത്സര ഓട്ടം ജയിച്ചു. ആളുകൾ ആഹ്ലാദിച്ച് കൈയടിച്ചു. ക്യാപ്റ്റൻ മിസ്റ്റർ റബല്ലോ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. സ്റ്റുവർട്ടിന് അത് അവന്റെ ആദ്യത്തെ ജോലിയായിരുന്നു. അവൻ ശരിക്കും സന്തോഷിച്ചു. അവൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തുവെന്ന് അവൻ അറിയാമായിരുന്നു. അവനൊരു നല്ല ജോലിക്കാരനായിരുന്നു. നീ നന്നായി ചെയ്തു ജോലിക്കാരാ, ക്യാപ്റ്റൻ പറഞ്ഞു. നീ ഒരു യഥാർത്ഥ നാവികനാണ്. സ്റ്റുവർട്ട് പുഞ്ചിരിച്ചു. അവന് പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും ഒരു യഥാർത്ഥ നാവികനാകാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. അവൻ വീട്ടിലേക്ക് മടങ്ങി. അന്ന് അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു.